ആർക്കാണ് സാധ്യത? രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം? കാരണം ഇപ്പൊ സരിനാണെങ്കിൽ സ്വന്തം പാളയത്തിൽ നിന്ന് സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച ഒരു വർഗവഞ്ചകനാണ് ഈ പറയുന്ന സരിൻ എന്ന് പറയുന്നത്. ആ വർഗവഞ്ചകനോ? അതെ, വർഗവഞ്ചകൻ. ഏത് വർഗത്തെ പുള്ളി വഞ്ചിച്ചു? കോൺഗ്രസ് എന്ന് പറയുന്ന അദ്ദേഹം കടന്നു വന്ന കോൺഗ്രസ് പെട്ടെന്ന് തന്നെ സീറ്റ് നൽകി പാലൂട്ടി വളർത്തിയതല്ലേ സരിനെ. പെട്ടെന്ന് സരിന് കടന്നു പോകുമ്പോൾ ആ പ്രവർത്തകർക്കുള്ള മാനസികമായ വിഷമം മനസ്സിലാക്കാതെ ഈ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് സരിന് നിങ്ങൾ സീറ്റ് കൊടുക്കാൻ എന്താ കോൺഗ്രസ്? സരിന് കൊടുക്കാഞ്ഞത്, സരിനെ പരിഗണിക്കുന്നത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് സരിനെ പരിഗണിച്ചില്ല. അത് ഞങ്ങളെ കുറ്റല്ലല്ലോ, സരിന്റെ കഴിവില്ലായ്മ. സരിന്റെ കഴിവില്ലായ്മയാണ്. ഓക്കെ സാർ, ഇവിടെ ജനശക്തി കോൺഗ്രസ് പാർട്ടി പിന്താങ്ങുന്ന ഗ്യാസ് സിലിണ്ടർ 251 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാർക്കും 10,000 രൂപ പെൻഷൻ ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ എൻ്റെ കിട്ടുന്ന മുഴുവൻ ശമ്പളവും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ക്യാൻസർ രോഗികൾ, ഭിന്നശേഷിക്കാർ, കാഴ്ചയില്ലാത്തവർ, അങ്ങനെയുള്ള സാധാരണക്കാർക്ക് എൻ്റെ മുഴുവൻ ശമ്പളവും ഞാനിവിടെ കൊടുക്കും. ഇത് പറയാൻ ഇന്ത്യയിലെ ഒരു മത്സരാർത്ഥിക്കോ ഒരു MLAക്കോ ഒരു MP ക്കോ പറയാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്ന് കൂടി സാറോട് ഒരു ചോദ്യം. 10,000 രൂപ നിങ്ങൾ ഏത് ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കും? പെൻഷൻ ഏത് ഫണ്ടിൽ നിന്ന് കൊടുക്കും? സാർ, 1000-10,000 കോടി വെള്ളത്തിലിട്ട് കലക്കി കളയുമ്പോൾ 1,000 കോടി ഇവിടുത്തെ സാധാരണക്കാരന് 90-70 വയസ്സ് കഴിയുന്ന പാവപ്പെട്ടവർക്ക് 1,000 കോടി രൂപ പദ്ധതി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ എന്തിനാണ് 70-90 വർഷം ഇവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി നമുക്ക് ചോദിക്കാം. ഇവിടെ എന്താ? ഞാൻ തിരുവില്ലാമലക്കാരനാണ്. ഞാൻ ജീവിതത്തിൽ വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല. 2016 സരിൻ വന്നപ്പോൾ UDFിലേക്ക് വന്ന് 2021 സീറ്റ് കൊടുത്തു. ചേലക്കര മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റപ്പാലത്ത് പോയി മത്സരിച്ചു, വീടെടുത്ത് താമസിച്ചു, ഒറ്റപ്പാലത്ത് മത്സരിച്ചു, 15,000 വോട്ടിന് തോറ്റു. പിന്നെ അവന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കും, ഒറ്റപ്പാലത്ത് തന്നെ കൊടുക്കും. പാലക്കാട് വന്ന് ഷാഫി പറമ്പിൽ ഇവിടെ ജയിച്ചു എന്ന് തോന്നിയപ്പോൾ ആ സ്പോട്ടിൽ തന്നെ വന്ന് ഇവിടെ വീട് വാടകയ്ക്ക് എടുത്ത് ഇവിടെ വോട്ട് ലിസ്റ്റ് ചേർത്തി. ഇത് പക്ഷേ വൈഫിൻ്റെ ആയാലും ഇവിടെ വന്ന് വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്തിയില്ലേ? തിരുവില്ലാമലക്കാരനാണ് അവൻ. കേൾക്കണ്ട. അപ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ CPMന് ഇവിടെ ഒരു സ്ഥാനാർത്ഥിനെ പറ്റാത്തതുകൊണ്ടല്ലേ ഈ പൂത്ത ഫ്രഡും മറുകണ്ഠം ചാടുന്ന സ്ഥാനാർത്ഥിക്ക് ആര് വോട്ട് ചെയ്യുമെന്ന് CPM പറയണം.